ഈ സിനിമയുടെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടാകും. ഇതിൻ്റെ ലൊക്കേഷൻ ബേസിക്കലി എറണാകുളത്തും വാഗമണ്ണിൽ ആണ് കൂടുതലായിട്ടുള്ള സീനുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു സീന് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. അവിടെയാണ് ഒരു പാട്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഈ സസ്പെൻസ് ത്രില്ലർ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള ഫ്ലോയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഏറെ പേർ ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, എല്ലാവരും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്തു. എന്നാൽ പോലും Shabu Shah is the only reason this movie happened here. Because he's one of the best organizers and he has a team. They work really hard. Really hard. And Anshul Rose, the producer, is so happy with it. And actually, Anshul Rose and Shabu Shah is friends on social media. That's the reason it happened. അതുകൊണ്ട് അവർ തമ്മിൽ സുഹൃത്തുക്കൾ അങ്ങനെ സംസാരിച്ചാണ് എന്നിലേക്ക് വരുന്നത്. മലയാളത്തിലൊരു സിനിമ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം പെട്ടെന്ന് കിട്ടിയപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ സാധാരണ ഇംഗ്ലീഷ് സിനിമ അവിടെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സിനിമ ചെയ്തത് വാക്ക് ടു ടാങ്കോ ഇസ് എ മർഡർ മിസ്റ്ററി, ഈസ് ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ. കൊറോണയ്ക്ക് മുമ്പൊക്കെ റിലീസ് ചെയ്തതായിരുന്നു, ഹോളാണ്. അപ്പം അതിനുശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ ഒരു നല്ല സിനിമ ചെയ്യാം. എല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്, എല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ടു ദ ബെസ്റ്റ് ഓഫ് ദ എബിലിറ്റി ഐ ഹാവ് ടു സേ. അപ്പോൾ അത് എക്സലൻ്റ് ആണോ, അത് എത്രമാത്രം ഭംഗിയുള്ളതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് നമ്മളിത് പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിലെല്ലാം നല്ല ഭംഗിയായി ചെയ്യുന്നതാണ്. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് Anshul Rose as well. I already sent some video clips to her. She is sleeping now, but she's so happy with it. She wanted to come here, but she didn't get the visa to get to India. So അതുകൊണ്ട് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുമല്ല, എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. എൻ്റെ ബെസ്റ്റായിട്ടുള്ള ആൻസർ ഞാൻ പറയാൻ ശ്രമിക്കാം. സ്മാർട്ട് ഫോൺ പ്രണയം, അതൊരു അതിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട്. എന്താണ് സബ്ജക്റ്റ് എന്ന് മുന്നേ കൊടുക്കുക. അതിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട് എന്താണ് സബ്ജക്റ്റ് പറയുന്നതെന്നുള്ളത്. നോർമൽ പ്രണയങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സാധനമാണ്. തിയേറ്ററിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ചിത്രം? ഈ ചിത്രം എന്ന് പറയുന്നത് ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ചിത്രം വ്യത്യസ്തമാകുന്നതിന്റെ കാരണം, ഇതില് സാധാരണ നിങ്ങൾ മലയാള സിനിമയിൽ സാധാരണ കാണാത്ത ചില തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റും ഇതിനും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടെ ഒരു വെസ്റ്റേൺ ചേവയുണ്ടാവും, ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്ത ഭാവം കാണാൻ പറ്റും. ഓരോ സിനിമയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടാണ്. കാരണം ആർക്കും തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിനിമ കാണാൻ ഇഷ്ടമില്ല. ഇതൊരു വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. മാത്രമല്ല വലിയ വെയിറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫാമിലിയായി പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആ ഫ്ലോ ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ആ ഫ്ലോ നീ കീപ്പ് ചെയ്യാം. You're not going to forget this. That's the only thing I can say. All right, next question, please.